മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഈ കാലത്ത് സത്യസന്ധതയുടെ തിളക്കമാർന്ന ഒരു വാർത്തയാണ് കർണാടകയിലെ മംഗളൂരുവിൽ നിന്നും പുറത്തുവരുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ നഷ്ടപ്പെട്ട സ്വർണമാല സുരക്ഷിതമായി ഉടമയുടെ കൈകളിൽ എത്തിച്ചിരിക്കുകയാണ് ഷാസിൽ എന്ന ബസ് കണ്ടക്ടർ. മംഗളൂരു തോടാർ റൂട്ടിലോടുന്ന പൽഗുനി ബസ്സിലെ കണ്ടക്ടറാണ് ഷാസിൽ. തോടാർ സ്വദേശിനിയായ യാത്രക്കാരിക്കാണ് ഏകദേശം 20 ഗ്രാം തൂക്കം വരുന്ന സ്വർണമാല യാത്രയ്ക്കിടെ നഷ്ടമായത്. വീട്ടിലെത്തിയ ശേഷമാണ് തന്റെ വിലപിടിപ്പുള്ള ആഭരണം നഷ്ടപ്പെട്ട വിവരം ഇവർ തിരിച്ചറിഞ്ഞത്. മാലയ്ക്കായി എല്ലായിടത്തും തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. ഒടുവിൽ പ്രതീക്ഷ കൈവിടാതെ ഇവർ സോഷ്യൽ മീഡിയയിൽ സഹായം അഭ്യർത്ഥിച്ചു. തന്റെ മാല നഷ്ടപ്പെട്ട വിവരവും അത് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ തിരികെ നൽകണമെന്നുമുള്ള ഇവരുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത് ബസ് കണ്ടക്ടറായ ഷാസിലിന്റെ കണ്ണിലായിരുന്നു. വാർത്ത അറിഞ്ഞയുടൻ ഷാസിൽ തന്റെ ബസ്സിൽ വിശദമായ പരിശോധന നടത്തി. സീറ്റുകൾക്കിടയിൽ നിന്നും ആ 20 ഗ്രാമിന്റെ സ്വർണമാല ഷാസിലിന് കണ്ടെത്താനായി. ഒട്ടും വൈകിയില്ല. ഉടൻ തന്നെ അദ്ദേഹം ഉടമയെ ബന്ധപ്പെടുകയും മാല സുരക്ഷിതമായി ഏൽപ്പിക്കുകയും ചെയ്തു. ಪ್ರಾಮಾಣಿಕತೆ ಕಡಿಮೆಯಾಗಿರುವ ಈ ಕಾಲದಲ್ಲಿ ಪ್ರಾಮಾಣಿಕವಾದಿ ಕಳೆದು ಹೋದ ಬಂಗಾರದ ನೆಕ್ಲೆಸ್ 20 ಗ್ರಾಂ ತೂಕದ ಬಂಗಾರದ ನೆಕ್ಲೆಸ್ ಅನ್ನು ಬಸ್ಸಿನಲ್ಲಿ ಎಲ್ಲಿ ಕಳೆದು ಹೋಗಿದೆ ಎಂದು ಗೊತ್ತಿರಲಿಲ್ಲ. ಆದರೂ ಸಹ ಹುಡುಕಿ ವಾಟ್ಸಾಪ್ನಲ್ಲಿ ವೈರಲ್ ಮಾಡಿದ ನಂತರ ಈ ಬಸ್ಸಿನಲ್ಲಿ ಹುಡುಕಬೇಕೆಂದು ಫೋನ್ ಮಾಡಿ ಹೇಳಿದಾಗ ಬಸ್ಸಿನ ಸಿಬ್ಬಂದಿಗಳು ಅದನ್ನು ಹುಡುಕಾಡಿ ಆ ಬಸ್ಸಿನಲ್ಲಿ ಸಿಕ್ಕಿದ ಈ ಬಂಗಾರದ ನೆಕ್ಲೆಸ್ ಅನ್ನು ಬಸ್ಸಿನ ನಿರ್ವಾಹಕರಾದ സാദിൽ ಅವರು ಪ್ರಾಮಾಣಿಕತೆಯಿಂದ ಅದರ വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടുകിട്ടിയാൽ അത് സ്വന്തമാക്കാൻ മടിക്കാത്തവർക്കിടയിൽ ഷാസിലിന്റെ ഈ പ്രവൃത്തി വലിയ അഭിനന്ദനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. സോഷ്യൽ മീഡിയയും നാട്ടുകാരും ഒരുപോലെ ഈ യുവാവിനെ പ്രശംസ കൊണ്ട് മൂടുകയാണ്. സാധാരണക്കാരന്റെ സത്യസന്ധതയ്ക്ക് ഇപ്പോഴും മൂല്യമുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പൽഗുനി ബസ്സിലെ ഈ കണ്ടക്ടർ. സത്യസന്ധതയുടെയും കരുണയുടെയും ഈ ചെറിയ വലിയ പ്രവൃത്തികൾ സമൂഹത്തിന് എന്നും മാതൃകയാണ്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി NH 66 ആണങ്കൂർ, കാസർഗോഡ്.